ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ 10-15 ദിവസങ്ങൾക്കിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമകളുടെ ഇന്നത്തെ ചൊവ്വാഴ്ച ദിവസത്തെ കേരള പ്രീസെയിൽ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ തന്നെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ മലയാളം സിനിമ ടർബോ എന്ന സിനിമയുടെ ചൊവ്വാഴ്ച പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ ഞായറാഴ്ച വെച്ച് നോക്കുമ്പോൾ തിങ്കളാഴ്ച സിനിമയ്ക്ക് പ്രീസെയിൽ കളക്ഷൻ ഇടിവ് സംഭവിച്ചതുപോലെ ഇപ്പോഴത്തെ ചൊവ്വാഴ്ച കളക്ഷൻ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് ചൊവ്വാഴ്ച കേരളത്തിൽ ഓടുന്ന സിനിമകളിൽ ഏറ്റവും അധികം കേരള പ്രീസെയിൽ ലഭ്യമാകുന്ന സിനിമ കൂടിയായിട്ട് ടർബോ മാറിയിരിക്കുകയാണ്. അങ്ങനെ ടർബോ കിങ്ങട എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു ചൊവ്വാഴ്ച പ്രീസെയിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ തിങ്കളാഴ്ച പ്രീസെയിൽ 54 ലക്ഷമായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ചൊവ്വാഴ്ച പ്രീസെയിൽ 43 ലക്ഷമാണ്. അതേസമയം തലവൻ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ വീഡിയോയിൽ കൂട്ടത്തിൽ തിങ്കളാഴ്ച പ്രീസെയിലിനോട് അടുത്ത് നിൽക്കുന്ന സിനിമ അത് തലവൻ എന്ന സിനിമയാണ്. ബിജു മേനോൻ ആസിഫ് അലി കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് തിങ്കളാഴ്ച ഫൈനൽ പ്രീസെയിൽ 12 ലക്ഷമായിരുന്നെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച പ്രീസെയിൽ അത് 11 ലക്ഷമാണ്. അപ്പോൾ സിനിമ നല്ല ഹോൾഡോട് തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. ഇന്നലത്തെ ഇതിന് സമാനമായ 70 ലക്ഷത്തിന് മുകളിലെല്ലാം തന്നെ കളക്ഷൻ ഇന്നും ചൊവ്വാഴ്ച നമുക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാം. എന്തായാലും സിനിമ വിജയിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. കാത്തിരിക്കാം ജിസ്റ്റു സിനിമയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്. ഇനി ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിനും 10 ലക്ഷത്തിലധികം ഇടിവാണ് തിങ്കളാഴ്ച വെച്ച് നോക്കുമ്പോൾ ചൊവ്വാഴ്ച പ്രീസെയിൽ സംഭവിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച 37 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ചൊവ്വാഴ്ച 27 ലക്ഷത്തിന് മുകളിൽ കേരള പ്രീസെയിൽ ഗ്രോസ് ആണ് സിനിമ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ തിങ്കളാഴ്ചയിൽ ഇതുപോലെ ഇന്നും സിനിമയ്ക്ക് കേരളത്തിൽ 1 കോടിയിലധികം കളക്ഷൻ ഉണ്ടാകുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. വൻ വിജയം തിയേറ്ററുകളിൽ നേടിയെടുത്ത കൂട്ടത്തിലെ സിനിമ കൂടിയായ ഗുരുവായൂർ അമ്പല നടയിൽ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.